Dear students, welcome to Learner's World. In this video, I'm going to talk about Long Walk to Freedom by Nelson Mandela, FIUGP, Semester 2, AEC, Commerce and Management, Calicut University. Long Walk to Freedom is the autobiography of Nelson Mandela. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ ഒരു ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. The last two pages of chapter 10 are very important because they explain Mandela's understanding of freedom and his commitment to the struggle against apartheid. അതായത് അധ്യായം 10 അവസാന 2 പേജുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. കാരണം ഇവിടെ മണ്ടേല സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടും അപ്പാർത്തീഡ് വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തോടുള്ള തൻ്റെ പ്രതിബദ്ധതയും വിശദീകരിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 10 അവസാനത്തെ പേജുകൾ എന്ന് പറയുന്നത്. In this extract, Mandela reflects on his life and the journey that transformed him from a young man concerned mainly about his personal freedom into a leader dedicated to the freedom of all people. അതായത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഒരു യുവാവിൽ നിന്ന് എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു നേതാവായി താൻ എങ്ങനെ മാറിയെന്ന് അദ്ദേഹം ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. Mandela explained that in his youth he believed freedom meant being able to do what he wanted. യൗവനകാലത്ത് സ്വാതന്ത്ര്യം എന്നത് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശമാണെന്ന് മണ്ടേല വിശ്വസിച്ചിരുന്നു. He wanted the freedom to study, work, travel, marry and support his family. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്ന് പറയുന്നത് പഠിക്കാനും ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും വിവാഹം കഴിക്കാനും കുടുംബത്തെ സംരക്ഷിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് എന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. However, as he grew older, he realized that these freedoms were denied not only to him but also to millions of black South Africans because of the apartheid system. എന്നാൽ പ്രായം കൂടിയതോടെ ഈ അവകാശങ്ങൾ തനിക്ക് മാത്രമല്ല ദക്ഷിണാഫ്രിക്കയിലെ ലക്ഷക്കണക്കിന് കറുത്തവർഗക്കാരായ ജനങ്ങൾക്കും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. This realization changed his life. Mandela understood that his own freedom was closely connected to the freedom of his people. അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് കൂടി വില കൽപ്പിക്കേണ്ടതുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ് മറ്റുള്ളവരുടെ ഫ്രീഡം എന്ന് പറയുന്നത്, മറ്റ് ആളുകളുടെ ഫ്രീഡം എന്ന് പറയുന്നത്. He could not truly be free while others around him were oppressed. തൻ്റെ ചുറ്റുമുള്ള ആളുകൾ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ താൻ ഒരിക്കലും ഫ്രീ അല്ല, തനിക്കൊരിക്കലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. Therefore, he decided to dedicate himself to the struggle for justice, equality and human dignity. His personal ambitions became less important than the collective fight for freedom. അതുകൊണ്ട് തന്നെ തൻ്റെ മുമ്പിലുള്ള അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ നീതിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അംബീഷൻസും അതിനൊക്കെ തൻ്റെ ഫ്രീഡത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് അദ്ദേഹം നൽകിയിരുന്നുള്ളൂ. ഒരു കളക്റ്റീവ് ഫൈറ്റ് ഫോർ ഫ്രീഡം, അതായത് തൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടാൻ തീരുമാനിച്ചത് എന്നാണ് പറയുന്നത്. Mandela further explains that oppression harms both the oppressed and the oppressor. അടിച്ചമർത്തൽ എന്ന് പറയുന്നത് ഇരകളെ മാത്രമല്ല അടിച്ചമർത്തുന്നവരെയും ബാധിക്കുന്നുവെന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. People who deny freedom to others are themselves trapped by hatred, prejudice and fear. അതായത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നവർ വിദ്വേഷത്തിൻ്റെയും മുൻവിധികളുടെയും ഭയത്തിൻ്റെയും
തടവുകാരായിട്ട് മാറുന്നുണ്ട്. അക്കോർഡിംഗ് ടു മണ്ടേല, ട്രൂ ഫ്രീഡം മീൻസ് റെസ്പെക്റ്റിംഗ് ദ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്. എ പേഴ്സൺ cannot be genuinely free if he takes away the freedom of another person. അതായത് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളെയും മാനവികതയെയും ബഹുമാനിക്കുന്നതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മറ്റൊരാളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. The chapter highlights Mandela's courage, sacrifice and leadership. അതുപോലെ ഈ ഒരു ചാപ്റ്റർ മണ്ടേലയുടെ കറേജ്, ധൈര്യവും അതുപോലെ സാക്രിഫൈസ്, ത്യാഗവും അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ വില്ലിംഗ്ലി ഗാവ് അപ്പ് മെനി കംഫേർട്സ് ഓഫ് ലൈഫ് ഇൻക്ലൂഡിങ് ടൈം വിത്ത് ഹിസ് ഫാമിലി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ്. അതായത് അനീതിക്കെതിരെ പോരാടുന്നതിനായി അദ്ദേഹം കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയം ഉൾപ്പെടെ ജീവിതത്തിലെ പല സൗകര്യങ്ങളും അദ്ദേഹം സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഹിസ് കമ്മിറ്റ്മെൻറ്റ് ടു ആൻറ്റി അപ്പാർത്തൈഡ് മൂവ്മെൻറ്റ് ഷോസ് ഹിസ് ഡീപ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ് സൊസൈറ്റി. ഹി ബിലീവ്ഡ് ദാറ്റ് ഫ്രീഡം കുഡ് ഓൺലി ബി അച്ചീവ്ഡ് ത്രൂ യൂണിറ്റി, ഡിറ്റർമിനേഷൻ ആൻഡ് കളക്റ്റീവ് എഫേർട്ട്. അപ്പാർത്തൈഡ് വിരുദ്ധ പോരാട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഐക്യം, നിശ്ചയദാർഢ്യം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് ദ എക്സ്ട്രാക്റ്റ് ഈസ് സിമ്പിൾ, റിഫ്ലക്റ്റീവ് ആൻഡ് പവർഫുൾ. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ, എഴുതിയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ ലളിതമായതും അതുപോലെ റിഫ്ലക്റ്റീവ് ആൻഡ് പവർഫുള്ളാണ്, ശക്തവുമാണ്. അതുപോലെ ചിന്ത ഉദിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. Mandela shares his experiences honestly and uses them to convey important lessons about freedom and human rights. സ്വാതന്ത്ര്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പ്രാധാന്യം വ്യക്തമാക്കാൻ മണ്ടേല തൻ്റെ അനുഭവങ്ങൾ സത്യസന്ധമായി ഈ ഒരു എഴുത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഹിസ് തോട്ട്സ് ഇൻസ്പയർ റീഡേഴ്സ് ടു വാല്യൂ ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് സർവീസ് ടു അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വായനക്കാരെ നീതി, സമത്വം, സാമൂഹിക സേവനം എന്നിവയുടെ മൂല്യം മനസ്സിലാക്കാൻ ഇൻസ്പിറേഷൻ നൽകുന്നുണ്ട്. In conclusion, the last 2 pages of chapter 10 present Mandela's mature understanding of freedom. It teaches that freedom is not just an individual right but a shared responsibility. And the chapter emphasizes that true freedom exists only when everyone enjoys equal rights and opportunities. Through his words, Mandela inspires readers to work for a society based on justice, dignity and equality for all. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ 10 കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ചാപ്റ്റർ 10 ലാസ്റ്റ് 2 പേജസ് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള മണ്ടേലയുടെ വളരെ പക്വമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം അവകാശമല്ല, എല്ലാവരോടുമുള്ള ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന സന്ദേശമാണ് ഈ ഭാഗം നൽകുന്നത്. നീതിയും മാനവികതയും സമത്വവും നിറഞ്ഞ ഒരു സമൂഹം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഓക്കെ.